ഇന്ന് ചേതക്കിൻ്റെ 3503 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തതിന് ശേഷം ആദ്യമായിട്ടൊരു ലോങ് യാത്ര പോവുകയാണ്. അപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് 151 കിലോമീറ്ററാണ് പറയുന്നത്. അതെന്തായാലും കിട്ടില്ല, ഒരു 130എങ്കിലും കിട്ടുമെന്നുള്ളൊരു അവകാശം അവർ പറയുന്നുണ്ടെങ്കിലും ഫുൾ ചാർജിൽ ഇതിലാകെ റേഞ്ച് കാണിക്കുന്നത് 131 കമ്പനിയുടെ അവകാശവാദം അനുസരിച്ച് എന്തായാലും ഫുൾ ചാർജിൽ എന്തായാലും 151 കാണിക്കേണ്ടതാണ്. പക്ഷേ നമുക്കിനി സർവീസുകൾ ഓരോന്നും കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ കൂടുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഞാനിന്ന് പേരാമ്പ്രയിൽ നിന്ന് ഇരിട്ടിക്കാണ് പോകുന്നത്. സാധാരണ ഞാൻ എൻ്റെ പൾസറായിട്ട് പോകുന്ന സമയത്ത് ഏകദേശം ഒരു 82 കിലോമീറ്ററിൻ്റെ അടുത്ത് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ആ 82 കിലോമീറ്റർ എന്തായാലും ഒരു വൺ സൈഡ് എന്തായാലും കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പം രാവിലെ 6:37 ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്പോട്ടിൽ എത്തുമ്പോഴും എത്രയാണ് റേഞ്ച് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഞാനിത് ഫുള്ള് പോകുന്നത് എക്കോ മോഡിലാണ്, സ്പോർട്സ് മോഡിലേക്കേ മാറ്റുന്നില്ല. സ്പോർട്സ് മോഡിലേക്ക് മാറ്റുമ്പോൾ റേഞ്ച് കുറയും. അപ്പോൾ ഇന്ന് എൻ്റെ യാത്ര മുഴുവൻ ഒരു 40-45 ആ സ്പീഡിലാണ്, ഫുള്ള് എക്കോ മോഡിലാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 75% ഈ നാദാപുരം എത്തുമ്പോഴത്തേക്കും. ഇപ്പോൾ നാദാപുരം എത്തുമ്പോഴത്തേക്കും 75% റേഞ്ച് 92ലേക്കാണ് മാറിയിട്ടുള്ളത്. 92 നമ്മൾ എടുക്കുന്ന സമയത്ത് 131 റേഞ്ച്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 92 കിലോമീറ്ററാണ് ഇനി റേഞ്ച് പറയുന്നത്. 75% നാദാപുരം ടൗണിലെത്തുമ്പോൾ. അങ്ങനെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് എത്തുമ്പോൾ ഏകദേശം ഇതിന് ബാലൻസ് റേഞ്ചുള്ളത് 51. അപ്പോൾ അതായത് നമ്മൾ ഇതുവരെ 131 കൂത്തുപറമ്പ് എത്താൻ 80 കിലോമീറ്റർ റേഞ്ചാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഇവിടെ നിന്ന് കൂത്തുപറമ്പിലേക്കുള്ള കിലോമീറ്റർ പറയുകയാണെങ്കിൽ 50 കിലോമീറ്ററാണ്. അങ്ങനെ നമ്മൾ ഇരിട്ടി ടൗണിലെത്തി. അപ്പം ഇരിട്ടി ടൗണിലേക്ക് ഇവിടെ നിന്നും പേരാമ്പ്രയിൽ നിന്നും 84 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഇപ്പം ബാലൻസ് ഉള്ളത് 20 കിലോമീറ്ററാണ്. അപ്പം 111 കിലോമീറ്ററാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി തിരിച്ച് നാട് പിടിക്കാൻ ഇവിടെ നിന്ന് റീചാർജ് ചെയ്യണം. അവിടെ നമ്മൾ KSEBിയുടെ പോസ്റ്റിൽ ചാർജിങ് പോയിൻറ്റുകളുണ്ട്, അവിടെ നിന്ന് റീചാർജ് ചെയ്യണം. അപ്പം ഞാനിന്നിവിടെ സ്റ്റേ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വൺ സൈഡിലേക്ക് നമുക്ക് EV എടുത്ത് പോകാൻ സൗകര്യമാണ്. വളരെ കുറഞ്ഞ തുക മാത്രമേ ആകുന്നുള്ളൂ. ആകെ ഒരു 60 രൂപ ആ ഒരു റേഞ്ച് മാത്രമേ നമുക്ക് ഒരു സൈഡിലേക്ക് ഇതിന് ചാർജ് ചെയ്യാനുള്ള പൈസ ആകുന്നുള്ളൂ. ഇനി നമുക്ക് ഏതെങ്കിലും ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നൊന്ന് ചാർജ് ചെയ്യാം. KSEBിയുടെ ചാർജിങ് പോയിന്റിൽ നിന്ന് ചാർജ് ചെയ്യാൻ നമുക്ക് ചാർജ് മോഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ കൃത്യമായി കാണിക്കുക എവിടെയൊക്കെയാണ്, ഏത് പോസ്റ്റിലൊക്കെയാണ് നമുക്ക് ചാർജിങ് പോയിന്റുകളുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ചാർജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ആപ്പിൽ ഇതിൻ്റെ ചാർജിങ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് കാണിച്ചു തരും. അപ്പോൾ കൃത്യം ഞാനൊരു 3 മണിക്കൂറാണ് അവിടെ ചാർജിങ് വെച്ചത്. അപ്പോൾ 3 മണിക്കൂർ 2 മണിക്കൂർ 59 മിനിറ്റുമായി. അപ്പോൾ 3 മണിക്കൂറായപ്പോൾ കൃത്യമായി ഞാൻ ഓഫാക്കി അപ്പോൾ ചാർജ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് എനിക്ക് ആകെ വന്ന ബിൽ തുക എന്ന് പറയുന്നത് 43 രൂപ 10 പൈസയാണ്. അതായത് 43 രൂപ 10 പൈസ കൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പം അതേ സ്ഥാനത്ത് നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടണമെങ്കിൽ ഞാനൊരു 300 രൂപയുടെ പെട്രോളാണ് അടിക്കുന്നത്. അപ്പം ഇവിടെ നിന്നും തിരിച്ചു വരാനുള്ള പൈസയാണ് നമ്മൾ കണ്ടത്, 43 രൂപ. അപ്പോൾ 3 മണിക്കൂർ ചാർജ് ചെയ്തപ്പോൾ 92% ആയത്. 115 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അപ്പോൾ എന്തായാലും തിരിച്ചു വരാനുള്ള കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ചേതക്കിനെതിരെയുള്ളൊരു വീഡിയോ ഒന്നുമല്ല. ഇത് നമ്മളെടുത്ത സമയത്ത് നമുക്കുള്ള ഇതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം അവർ പറയുന്നത് 151 കിലോമീറ്ററാണ്. അപ്പം ഷോറൂം എന്ന് പറഞ്ഞാൽ 151 ഒരു 130 എന്തായാലും കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം 130 കിട്ടില്ല, മിനിമം പറഞ്ഞാൽ ഒരു 105-110 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ഒരു എക്കോ മോഡ് പോയാൽ കിട്ടുന്നത്. ഇനി സ്പോർട്സ് മോഡ് പോയി കഴിഞ്ഞാൽ ഇത്രയും കിട്ടലുണ്ടാവില്ല. അപ്പം എന്ത് തന്നെയായാലും മറ്റ് പെട്രോൾ വാഹനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ സൗകര്യമാണ്. പിന്നെ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഈ ചാർജിങ് ചെയ്യാനുള്ള 3-3.5 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പോസ്റ്റിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് 3-3.5 മണിക്കൂർ പോസ്റ്റ് ആകണം. പക്ഷേ എന്നിരുന്നാലും കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സുഖകരമായി ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ് ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പം നന്ദി, വീണ്ടും കാണാം.